ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫ്ലേവർഫുൾ ടെക് ജേർണീസ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുക്കിംഗ് ഞാൻ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണ ആദ്യമായിട്ടാണ്. അതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. നിങ്ങളെ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്വീറ്റ് ഡിഷിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. മാലാഡു ആണ് റെസിപ്പി. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മാലാഡുവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. മാലാഡുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടുകടല. മിക്സ്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടുകടല, പൊരികടല എന്നും പൊട്ടുകടല എന്നും പറയും. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഞാൻ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്ന അളന്ന്. 250 ml ആണ് ഞാൻ യൂസ് ചെയ്യുന്ന മെഷറിംഗ് കപ്പ്. ഇതിൽ 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര അളന്നിരിക്കുന്നത്. സെയിം അളവ് 250 ml കപ്പിൽ അളന്ന പഞ്ചസാര അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിലിപ്പം ഈ മെഷറിംഗ് കപ്പ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങൾ കാണുമല്ലോ. ഏതിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ അളവ് തന്നെ ആയിരിക്കണം പഞ്ചസാരയും കടലയും പൊട്ടുകടലയും എടുക്കേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൽ വേണ്ടത് കുറച്ച് കാഷ്യൂനട്ടാണ്. അത് ഞാനൊരു 25 ഗ്രാം ചെറുതായിട്ട് നുറുക്കി നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യ് നമ്മുടെ യൂസിന്, അതായത് ഇതിന് ഇപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പൊടിയിൽ എത്രത്തോളം നെയ്യ് ചേർക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കറക്റ്റ് അളവ് പറഞ്ഞുതരാം. നെയ്യ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടലയും എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഫസ്റ്റ് പൊടിച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം കടല കുറച്ചായിട്ട് ഫുള്ളിട്ട് പൊടിക്കാൻ പറ്റില്ല. അതിന് കുറച്ചായിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ട് കൊടുക്കുക. സെയിം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും പൊട്ടുകടലയും കൂടെ ഒരുമിച്ചിട്ട് പൊടിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിയൂല, തരിതരിയായിട്ട് കിടക്കും. പിന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് പൊടിക്കുന്ന പൊടി നല്ല ഫൈൻ, അതായത് തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് പൊടിച്ചിട്ട് വന്നിട്ട് കാണാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് ഞാനിപ്പോൾ 1 കപ്പ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്യ് നല്ല ചൂടാക്കി വേണം ഈ പൊടിയിലേക്ക് ഒഴിക്കാൻ. ഇപ്പോൾ 1 കപ്പ് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നെയ്യ് നല്ല ചൂട് വേണം. കപ്പിൽ നമുക്കിത് ഉണ്ടയാക്കാൻ പറ്റില്ല. അപ്പം നമ്മളിതാ കണ്ട പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ ചൂടാക്കി ഒഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് നെയ്യിൻ്റെ അളവ് മാറും. അപ്പം നോക്കിയെടുക്കുക. അതായത് നമുക്കിത് കുഴച്ച് കഴിഞ്ഞ് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകം. ചൂട് കാണും കുഴയ്ക്കുമ്പം ശ്രദ്ധിക്കുക കൈ. ഇതാണ് കൺസിസ്റ്റൻസി. കണ്ടോ, നമ്മളിത് ഈ മുറുകെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഹോൾഡായി നിൽക്കും. ഈ ഉണ്ട ഇങ്ങനെ കറക്റ്റ് ഹോൾഡായിട്ട് നിൽക്കണം. ഇതാണ് നമ്മുടെ നെയ്യ് ഒഴിക്കേണ്ട പാകം. അപ്പം ഇനി നമുക്കിതിൽ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിനി ഇതിന് ചെറിയ ഒരു നാരങ്ങ വലിപ്പത്തിൻ്റെ സൈസിൽ ഉണ്ടാക്കി എടുക്കാം. ഇപ്പം സൈസൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, എത്രത്തോളം വലിപ്പം വേണമെന്നുള്ളത്. നല്ല ഷേപ്പിൽ നല്ല കുറച്ച് ടൈറ്റ് ആയിട്ട് ഇറുക്കി പിടിക്കുക ഉണ്ട. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാലാഡു. ഈ ഉണ്ടയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാലാഡു റെഡി. പിന്നെ ഇതിൽ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഞാനിതിൽ ഏലക്കാപ്പൊടിയോ അങ്ങനെ ഫ്ലേവറിങ് ആയിട്ടോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഞാൻ പൊതുവെ ആഡ് ചെയ്യാറില്ല. അപ്പം നമുക്കിതിൻ്റെ ഫുൾ മാലാഡു റെഡി ആയിട്ട് കാണാം.
മാലാഡൂസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഈ ഒരു സൈസിൽ, അതായത് ഈ ഒരു ഉണ്ട എടുത്ത ഈ ഒരു സൈസിൽ നമുക്ക് 30 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ് റെസിപ്പി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആദ്യമായിട്ട് ട്രൈ ചെയ്യണവരൊക്കെ ഒന്ന് ഒരു ചെറിയൊരു അളവിൽ, അതായത് ഒരു കപ്പ് അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റായിട്ട്. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.